ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ ഇന്നത്തെ വ്ളോഗ് എന്താ? നമ്മുടെ ബേബിയുടെ ഡ്രസ്സ് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മള് നമ്മളിന്ന് മെറ്റേണിറ്റി ബാഗിന്റെ പാക്കിംഗ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന്റെ വീഡിയോയിൽ നമ്മൾ എവിടെന്നാ വാങ്ങിയെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ സാധനങ്ങൾ അത്യാവശ്യം വേണ്ടത് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മെറ്റേണിറ്റി ബാഗ് പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ സാധനങ്ങളും അത്യാവശ്യം വേണ്ടത് നമുക്ക് അവൈലബിൾ ആണെങ്കിലും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മളൊരു 7 months ഒക്കെ കഴിഞ്ഞിട്ടാണ് സെറ്റ് ചെയ്യുക. അതാകുമ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് പോകാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് പെയിൻ വരുമ്പോൾ ഈ സാധനങ്ങൾ തപ്പി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് മെറ്റേണിറ്റി ബാഗ് പാക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയലാണ് ഫസ്റ്റ് വേണ്ടത്. നമ്മുടെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സും ഉള്ള ഫയൽ എന്തായാലും എപ്പോഴും നമ്മൾ നമ്മുടെ ഈ ബാഗിൻ്റെ കൂടെ തന്നെ വെക്കണം. അപ്പോൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ആധാർ കാർഡ് മെയിനായിട്ട് വേണം. പിന്നെ വേണ്ട ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെങ്കിൽ കുറച്ച് സാധനങ്ങളായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. നമ്മൾ മാക്കിലോഷ്, അതായത് നമ്മുടെ ബേബീനെ കിടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ്. അപ്പോൾ ഇതാണ് ഷീറ്റ്. ഇതാണ് ഫസ്റ്റത്തെ ഐറ്റം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബിയുടെ ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം, ഒരു ബാഗ്. അത് നമുക്ക് ഇങ്ങനെ നിവർത്തും മടക്കും ചെയ്യാം. ഒതുക്കി വെക്കാനൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബിയുടെ ഡയപ്പറാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങി. ഇത്രയ്ക്കൊന്നും വേണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്, കുറച്ച് മതി. അപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങിയപ്പോൾ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. സെപ്പറേറ്റ് ചെയ്തിരുന്ന കുറച്ചെടുത്തിട്ട് വേണം നമ്മുടെ ബാഗിൽ വെക്കാനായിട്ട്. ഇതാണത്. പിന്നെ നമുക്ക് എന്തായാലും ഒരു വെള്ളം കൊണ്ട് പോലത്തെ ക്ലോത്ത് വേണം. ബേബിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഇങ്ങനത്തെ ക്ലോത്ത് വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു 2-3 സെറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഓപ്പൺ നൈറ്റി വേണം. ഇതും ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ഒരു 5 എണ്ണമൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാന്ന് വെച്ചിട്ട്. നമുക്കറിയില്ല നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ആണോ എന്ന്. സോ അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ടും 5 എണ്ണം വെച്ചിട്ട് വേണം. അപ്പോൾ ഈ ക്ലോത്ത് കൂടുതലായിട്ട് എടുക്കണം കേട്ടോ. ബേബിക്കും വേണം എനിക്കും വേണമുള്ളതുകൊണ്ട്. ഇതാണ് ഈ സംഭവങ്ങൾ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ബെൽറ്റാണ്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. ഞാൻ പക്ഷെ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീ സൈസ് ആണ്. ഇത് ഞങ്ങൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് ക്രൈന്ന് പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ വയറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹോസ്പിറ്റലിൽ എന്തായാലും ഡോക്ടർ നമുക്ക് തരും. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് സൈസൊക്കെ കറക്റ്റാണ്. അങ്ങനത്തെ ഒരു ബെൽറ്റാണിത്. നമ്മുടെ ബേബീനെ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബേബീനെ കിടത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉള്ളത്. ഇത് ചുറ്റും ഇങ്ങനെ സിബായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കാനും പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ സാധനം. അതുപോലെ തന്നെ ഇതും ബേബീനെ കിടത്താൻ വേണ്ടിയിട്ടാണ്. ഇത് 2 വാങ്ങിയിട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അത് കാരണം ഞാൻ ഇത് വാങ്ങിയതാണ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ ബേബീനെ ഇങ്ങനെ കിടത്താൻ വേണ്ടിയിട്ടാണ്. മോസ്കിറ്റോ ബെഡിന്റെ കൂടെ തന്നെ കിട്ടിയതാണ് കേട്ടോ. ഇതും ബേബീനെ കിടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ തന്നെ മോസ്കിറ്റോ ബെഡും കൂടി ഉണ്ടായിരുന്നു. രണ്ടും കൂടി കോംബോ ആയിട്ടാണ് ഈ സെയിം കളർ കിട്ടിയത്. പിന്നെ ഒരു കുഞ്ഞു പില്ലോയും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇത് കവറിൽ നിന്ന് പൊട്ടിച്ചതാണ്. നമ്മുടെ ഫീഡിങ് പില്ലോയാണ്. ഇതിനൊരു ബാഗ് ഉണ്ട്. ഈ ബാഗ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സംഭവം എടുത്തിട്ട് പിന്നെ ഇതിൽ തന്നെ വെക്കാൻ പറ്റും. ഇത് ഫീഡ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ നേരത്ത് ബേബീനെ ഇങ്ങനെ കിടത്താം. അതുപോലെ തന്നെ ബേബീനെ വെറുതെ ബെഡിൽ കിടത്തുമ്പോഴും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫീഡിങ് പില്ലോ. ഇതൊരു 3 സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് ബേബി വെറ്റിട്ടാവില്ല, ബേബീനെ തുടക്കണമെങ്കിലൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കോംബോ ആയിട്ട് 3 നമ്മൾ എടുത്തേക്കുന്നത്. നമ്മുടെ ടിഷ്യൂ പോലെയല്ല, ഒരു ലിക്വിഡ് പോലെ തോന്നുന്നത്. നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ബോഡി വെക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയാണ് ഈ സംഭവം.
ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മോസ്കിറ്റോ ബെഡാണ്. ഇതാണ് മോസ്കിറ്റോ ബെഡ്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിസീവിങ് ടവലും ഉണ്ടായിരുന്നു, പിന്നെ ഒരു പില്ലോയും ഉണ്ട്. ഇതാണ് അതിന്റെ കൂടെയുള്ള പില്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഈ റിസീവിങ് ടവലും ഇത് മൂന്നും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നേഴ്സ് ആണ്, രണ്ട് ഇന്നേഴ്സ് ആണ്. ഇത് ഡിസ്പോസിബിൾ പാഡും അതുപോലെ തന്നെ പാൻറ്റിയും ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം നമ്മുടെ നോർമലായിട്ട് നമ്മൾ ക്ലോത്ത് ആണ് യൂസ് ചെയ്യുക. സെക്കൻഡ് ഡേയിലൊക്കെ നമുക്കിത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ ഒരു 3 പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കി വേണമെങ്കിൽ ആവശ്യ സമയത്ത് വാങ്ങിയാൽ മതി. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ന്യൂ മോമിൻ്റെ ആണ് ഇതും അങ്ങനെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിൽ പാൻറ്റും ഉണ്ട് അതുപോലെ തന്നെ പാഡും ഉണ്ട്. എല്ലാ സാധനങ്ങളും ഞാൻ കാണിച്ചു തന്നു. പിന്നെ എക്സ്ട്രാ കൂടുതലായിട്ട് വേണം നമ്മൾ വേണമെങ്കിൽ ഒരു ബക്കറ്റ്, കപ്പ്, പിന്നെ സോപ്പ്, അതുപോലെ തന്നെ തോർത്ത്, ബ്രഷ്, അങ്ങനത്തെ വേണ്ട സാധനങ്ങൾ, പ്ലേറ്റ്, എന്താ പറയുക, പിന്നെ വേണ്ടത് എന്തായിരുന്നു, ഫ്ലാസ്ക്, ഗ്ലാസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അതെല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റും. ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ നോർമലായിട്ട് മെറ്റേണിറ്റി ബാഗിൽ പാക്ക് ചെയ്യുക. പിന്നെ ബേബിയുടെ ഒരു ഫസ്റ്റത്തെ ക്ലോത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന ടവലും നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ കിട്ടും. എന്നാലും ബേബിയുടെ 2-3 ക്ലോത്തും കൂടി നമ്മുടെ കയ്യിൽ എക്സ്ട്രാ വേണം. അതിപ്പോൾ നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് അത് വാങ്ങണത്. അത്രയും സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മെറ്റേണിറ്റി ബാഗിൽ വേണ്ടത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ക്രൈ എന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.